Hello everyone, myself Omer Muhammed. ഞാൻ 2019 NEET എൻട്രൻസ് എക്സാമിനേഷനിൽ കേരള റാങ്ക് 117 ആയിരുന്നു. ഞാൻ ഫസ്റ്റായിട്ട് NEET അറ്റംപ്റ്റ് ചെയ്തതും 2019 കാര്യമായിട്ട് അങ്ങനെ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും പോയിരുന്നില്ല എൻട്രൻസ് കോച്ചിങ്ങിനായിട്ട്. മെയിൻലി ഞാൻ തന്നെ സെൽഫ് സ്റ്റഡി അപ്രോച്ച് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓൺലൈൻ റിസോഴ്സസൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ ഒരു NEET എൻട്രൻസ് പ്രിപ്പറേഷനിൽ. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ 12th നമ്മുടെ ഡേറ്റ് അല്ലേ. നമ്മളിപ്പോൾ ഇനി 1 വീക്കാണ് നമുക്ക് ടൈം ബാക്കിയുള്ളത്. ഞാൻ ഈ ഒരു 1 വീക്കിൽ എന്താണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. NEET ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്തായാലും യൂസ്ഫുൾ ആവും എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്, നമുക്കിപ്പോൾ 100 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 100 ചാപ്റ്റേഴ്സിനെ 7 days ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നിയർലി 12 to 13 ചാപ്റ്റേഴ്സ് 1 day കവർ ചെയ്യാനുണ്ടാവും. ഓരോ ചാപ്റ്ററിലും ഞാൻ മാക്സിമം ഓഫ് 30 minutes, അതിൽ കൂടുതൽ ടൈം റിവിഷന് സ്പെൻഡ് ചെയ്യാറില്ല. പിന്നെ സെക്കൻഡായിട്ട് ഓരോ ദിവസം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എവറി ഡേ 2 to 5 PM നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ടൈം 2 to 5 PM ആണ്. സോ ആ ഒരു ടൈമിൽ കമ്പൽസറി ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ NEET ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമായിരുന്നു. എന്നിട്ട് അതിനുശേഷം വൈകുന്നേരം ഒരു 7 അല്ലെങ്കിൽ 8 PM ശേഷം ഞാൻ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 3 കാര്യങ്ങൾ, അതായത് ഞാൻ മിസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഞാൻ ഇൻകറക്റ്റായി ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ്, പിന്നെ ഞാൻ കാൽക്കുലേറ്റഡ് ഗസ്സിലൂടെയൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പം കറക്റ്റ് കിട്ടിയിട്ടുണ്ടാകും. ഈ 3 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ആനലൈസ് ചെയ്യും, റിവ്യൂ ചെയ്യും. ആ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കും. എന്നിട്ട് ഞാൻ ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകും. പിന്നെ ഓരോ ദിവസവും ഞാൻ ഈ പറഞ്ഞ 13 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഐ സെഡ് ബിഫോർ, മാക്സിമം ഓഫ് 30 minutes ഫോർ 1 chapter. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ ഫിസിക്സ് എടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിൽ നമുക്ക് റിമെമ്പർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ കുറവാണ്. കൂടുതൽ നമുക്ക് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക് യൂസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. സോ ഫിസിക്സിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുക്കിൽ ഉണ്ടായിരുന്ന ഫോർമുലാസ് മാത്രം ജസ്റ്റായിട്ട് ഒന്ന് റീഡ് ചെയ്ത് പോകും. 1 final ടൈമായിട്ട് ആ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. പിന്നെ ആ ഒരു ചെറിയൊരു ഭാഗം തിയറി എന്താണ് ഉണ്ടായിരുന്നത് ആ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കും. ദർ വാസ് നോ പ്രോബ്ലം സോൾവിങ്. ലാസ്റ്റ് 1 വീക്കിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ വേറെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു റിവിഷൻ, ഒരു ഫൈനൽ എന്താ പറയുക, നമ്മൾ ബ്രഷപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് റിവിഷനായിരുന്നു ചെയ്തിരുന്നത്. ഫിസിക്സിൽ ഇങ്ങനെയായിരുന്നു, ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇതേ സ്ട്രാറ്റജി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനിയുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി ആസ് യൂഷ്വൽ ഓർഡറിൽ തന്നെയാണ് റിവിഷന് പോയിരുന്നത്. ഫസ്റ്റ് നമ്മൾ നോമൻക്ലേച്ചർ പഠിക്കും, പിന്നെ നമ്മൾ ട്രെൻഡ്, ആസിഡിറ്റി, ബേസിസിറ്റി ആ ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും, അതിൻ്റെ ഓർഡേഴ്സ് ഒന്ന് നോക്കി വെക്കും. പിന്നെ നമ്മുടെ ഓരോ റിയാക്ഷനും, നെയിംഡ് റിയാക്ഷൻ്റെ ഓരോ റിയാക്ഷനും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യും. അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ഓർഡറിൽ തന്നെയായിരുന്നു പോയിരുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രിയിൽ ലാസ്റ്റായിട്ട് അങ്ങനെ നോക്കുമ്പോൾ. പിന്നെയുള്ള നമുക്ക് ലാസ്റ്റ് 2 വെരി സിമിലർ സബ്ജക്ട്സ് ആണ്. ഐ മീൻ സ്ട്രാറ്റജിക്കലി, വൺ ഈസ് ബയോളജി ആൻഡ് ദി അതർ ഈസ് ഇൻഓർഗാനിക് കെമിസ്ട്രി. ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തപ്പോഴും പിന്നെ പഠിച്ചിരുന്നൊരു ടൈമിലും എനിക്ക് ഒരുപാട് റെപ്പിറ്റീഷൻസ് തോന്നിയിരുന്നു ക്വസ്റ്റ്യനിലും ക്വസ്റ്റ്യൻ പാറ്റേണിലും. സോ മെയിനായിട്ട് ആ റെപ്പിറ്റീഷൻസ് എവിടെയാണ് ഉണ്ടായിരുന്നത് ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി. ടെക്സ്റ്റ് ബുക്ക് തന്നെ, NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രമേ യൂസ് ചെയ്തിരുന്നുണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഐ സെഡ്, പ്രോബ്ലം സോൾവിങ് ഒന്നിലും ഉണ്ടായിരുന്നില്ല. ബയോളജിയിൽ വരുമ്പോൾ ലാസ്റ്റത്തെ 2 ഡേ, ഇപ്പോൾ സെപ്റ്റംബർ 12th നമ്മുടെ NEET നടക്കാൻ പോകുന്നത് അല്ലേ. സെപ്റ്റംബർ 10th സെപ്റ്റംബർ 11th ആ ലാസ്റ്റ് 2 ഡേ ആയിരുന്നു ഞാൻ ബയോളജി റിവൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. സോ ലാസ്റ്റായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈസിലി എക്സാമിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 10th ഞാൻ 11th ബയോളജിത്തെ ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. സെപ്റ്റംബർ 11th ഞാൻ 12th ബയോളജിത്തെ ഫുൾ ചാപ്റ്റേഴ്സ് റിവ്യൂ ചെയ്യണം. അപ്പോൾ ബയോളജി റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ടെക്സ്റ്റ് ഞാൻ ജസ്റ്റ് NCERT മാത്രമാണ്, എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ഒന്നും ലാസ്റ്റ് റിവിഷൻ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. മാക്സിമം NCERT മാത്രം തറവാക്കി പോകാമെന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത്. കാരണം ആസ് വി നോ 80 to 85 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി NCERT തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും വിടാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ NCERT ഞാൻ വായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കീവേഡ്സ് പോലെ ഇപ്പോൾ ഓരോ ടോപ്പിക്കിലും ആ ടോപ്പിക്കിൻ്റെ ഭാഗങ്ങൾ ഞാനിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തിരുന്നു. ഇന്ന വേർഡ്സാണ് ഈ ഒരു ടോപ്പിക്കിൽ കീവേഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ആ കീവേഡ്സ് മാത്രമേ ഞാൻ നോക്കും. എന്നിട്ട് ആ കീവേഡ്സ് നോക്കിയതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ മൈൻഡിൽ നിന്ന് എനിക്ക് ഓർമ്മയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് റിക്കവർ ചെയ്യും. വിത്തൗട്ട് റീഡിങ് ഞാൻ ജസ്റ്റ് റിക്കവർ ചെയ്യും. ആൻഡ് ലൈക്ക് ഐ സെഡ്, വിത്തിൻ 30 minutes ഓരോ ചാപ്റ്റർ ഞാൻ അങ്ങനെ തീർക്കും. പിന്നെ ഡയഗ്രാംസ്, ഒരു ഡയഗ്രാമും വിടരുത്, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഡയഗ്രാമും അതിലെ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ നോക്കി വെക്കും.
ഈ കീവേഡ്സിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ, എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഭാഗം ഞാൻ ജസ്റ്റ് 1 more ടൈം റിവൈസ് ചെയ്യും. സോ എവറി ഡേ ഞാൻ ചെയ്തിരുന്നത്, ആസ് എ സമ്മറി പറയുകയാണെങ്കിൽ 12 to 13 ചാപ്റ്റേഴ്സ് റിവിഷൻ, ദാറ്റ് ഈസ് 30 minutes വെച്ചാണെങ്കിൽ ഇറ്റ് ടേക്സ് അബൌട്ട് 6 to 7 hours അല്ലേ, ഒരു ഡേൻ്റെ 6 to 7 hours. പിന്നെ 2 PM to 5 PM കമ്പൽസറി ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ആയിരുന്നു. പിന്നെ 1 hour ഒരു രാത്രി ഒരു 8 PM 7 PM ഒക്കെ ആകുമ്പോൾ ആ ഒരു 1 hour അതിൻ്റെ റിവ്യൂ ആയിരുന്നു. സോ ഇൻ ടോട്ടൽ പറയുകയാണെങ്കിൽ ഏകദേശം 10 to 11 hours ആയിരുന്നു ഞാൻ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ സ്പെൻഡ് ചെയ്തിരുന്നത്. ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് നീറ്റ് എക്സാമിനേഷൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും നീറ്റ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.